ഹലോ ചേട്ടാ, ഒരു ചോദ്യം ചോദിക്കട്ടെ? ചേട്ടാ, ഒരു ചോദ്യം കുഴപ്പമില്ല, ഒരു ചോദ്യം കുഴപ്പമില്ല. ചേട്ടൻ നിഗ്ലിഷ് നിക്കല്ലേ? കണ്ടൻസ് ഒക്കെ കാണാറുണ്ട്. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ആദ്യമായിട്ട് ഒരാളെ ഡേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഗ്രീൻ ഫ്ലാഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചാ എന്റെ അടുത്ത് ഹോണസ്റ്റ് ആയിരിക്കണം. നല്ല ഡ്രസ്സിങ് സെൻസ് ഉള്ള പുരുഷന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്ഡേറ്റഡ് അല്ലാത്ത കുറെ ആൾക്കാരൊക്കെ ഇല്ലേ, നമ്മൾ ഈ വസന്തം എന്നൊക്കെ വിളിക്കുന്ന അത്തരം ആൾക്കാരോട് എനിക്ക് വലിയ താല്പര്യമില്ല പേഴ്സണലി. അവള് എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. പിന്നെ എത്ര വേണമെങ്കിലും എൻ്റെ അടുത്ത് ബോറടിക്കാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ. ഒരാൾ തന്നെ ഫസ്റ്റ് ടെക്സ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, ഈഗോയിസ്റ്റിക് മൈൻഡ് സെറ്റ് ഒന്നും പാടില്ല. നല്ല ഹൈജീൻ കീപ്പ് ചെയ്യുന്ന, നമ്മളെ ട്രഡീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാള്. ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന, പിന്നെ എനിക്കൊരു ഗുഡ് ഫ്രണ്ട് ആയിരിക്കണം. പരസ്പര വിശ്വാസം, കെയറിങ്. ടോക്സിക് ആയിട്ട് ഒരാളെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സ്വയം അവിടുന്ന് ഒഴിവാക്കുക. പിന്നെ ഞാൻ ഒരു ഫുഡിയാണ്, സോ എന്നെ നല്ല ഫുഡ് സ്പോട്ട് സജസ്റ്റ് ചെയ്യണം, നല്ല സ്ഥലത്തൊക്കെ കൊണ്ടുപോകണം. പബ്ലിക് സ്പേസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, സ്ത്രീകളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നറിയുന്ന ഒരാളാണെങ്കിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അങ്ങനെ ഒരു തന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണുന്നു വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാനങ്ങനെ ഗ്രീൻ ഫ്ലാഗിലൊന്നും വിശ്വസിച്ച ഒരാളല്ല. എനിക്ക് തോന്നുന്നില്ല അതൊന്നും ഒട്ടും വർക്കബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ജസ്റ്റ് ഒരു അഭിപ്രായം ഷെയർ ചെയ്യാമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഒട്ടും ബോറടിക്കാതെ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാണ്ടിരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ ഇമോഷണലി അവൈലബിൾ ഉള്ള ആളാണെങ്കിൽ, നമ്മുടെ സെയിം വേവിലെങ്കിൽ ചിന്തിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയാൻ പറ്റും. ചേട്ടൻ്റെ പേരൊന്ന് പറയാമോ? ഗൗതമൻ.